മാവാം ദൈവമേ വരണേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മാർച്ച് 10 ഇന്നത്തെ വിശുദ്ധ ബലിമധ്യേ നമ്മുടെ വിചിന്തനത്തിനു വേണ്ടി നൽകപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 21 മുതൽ 35 വരെയുള്ള വാക്യങ്ങളാണ്. മാപ്പ് കൊടുക്കുന്നതിൽ മടുപ്പ് തോന്നാതിരിക്കുക. പത്രോസ് ഈശോയോട് ചോദിക്കുകയാണ്, എത്ര പ്രാവശ്യം ഞാൻ ക്ഷമിക്കണം? 7 പ്രാവശ്യമാണോ? അത് ഈ പത്രോസ് ചോദിക്കുന്നത് പഴയ നിയമത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ്. ഈശോ വളരെ വ്യക്തമാക്കി പറയുന്നു 70 പ്രാവശ്യമെന്ന്. ഈ ഉത്തരത്തിൽ 7 എന്ന് പറയുന്നത് പഴയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലും, രണ്ടാമത് യേശു പറയുന്നത് യേശുവിൻ്റെ മനസ്സുമാണ്. എന്താണ് ഈ പഴയ നിയമത്തിലെ പശ്ചാത്തലം 7 എന്നുള്ളത്? ഉൽപ്പത്തിയുടെ പുസ്തകം 4-ാം അധ്യായം 14 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ആബേലിനെ കൊന്ന കായേൻ, ദൈവം അവന്റെ മേൽ ശിക്ഷാവിധി വിധിക്കുന്നുണ്ട്. അതിനുശേഷം ആബേൽ കായേൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം അവനോട് പറയുന്നു, കായേനെ കൊല്ലുന്നവന്റെ മേൽ 7 ഇരട്ടിയായി ഞാൻ പ്രതികാരം ചെയ്യുമെന്ന്. 7 ഇരട്ടിയായിട്ട് കായേന്റെ മേൽ കൈവച്ചാൽ അവനെ ഞാൻ ശിക്ഷിക്കുമെന്ന ദൈവം പറയുന്ന പഴയ നിയമത്തിലെ കാര്യം 7 എന്നുള്ളത്. അതാണ് പത്രോസ് ഇവിടെ ഈശോയോട് ചോദിക്കുന്നത്, 7 പ്രാവശ്യം ഞാൻ ക്ഷമിച്ചാൽ മതിയോ എന്ന്. യേശുവിൻ്റെ കൂടെ ജീവിക്കുമ്പോൾ പത്രോസ് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്. യേശു പ്രതികാരത്തിന് വേണ്ട ഒരു നിയമമല്ല ഇവിടെ പറയുന്നത് എന്ന്. യേശുവിൻ്റെ മനസ്സെന്ന് പറയുന്നത് ക്ഷമയുടെയും മാപ്പ് കൊടുക്കുന്നതിൻ്റെയുമായൊരു മനസ്സ്, ക്ഷമിക്കുന്നതിൻ്റെയും മാപ്പ് കൊടുക്കുന്നതിൻ്റെയുമായ ഒരു ഭാഷയാണ് ഈശോ തന്നോട് സംസാരിക്കുന്നതെന്ന് പത്രോസിന് ബോധ്യമായിക്കൊണ്ടിരിക്കുകയാണ്. പഴയ നിയമം അവിടുന്ന് കീഴ്മേൽ മറിക്കുകയാണ്. ക്ഷമയുടെ നിയമമായി ഇതാ 70 എന്നുള്ളത് അത് രൂപാന്തരപ്പെടുകയാണ്. പഴയ നിയമത്തിലെ 7 എന്നുള്ളത് 70 എന്ന അനന്തമായി ക്ഷമിക്കാൻ പറയുന്ന രീതിയിലേക്ക് ഈ നിയമത്തെ ഈശോ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. പത്രോസ് കർത്താവിനോട് ചോദിച്ചു, 7 പ്രാവശ്യം ക്ഷമിക്കണമെന്നല്ലേ? അതിന് മറ്റൊരു പശ്ചാത്തലം കൂടിയുണ്ട്. ലാമേക്കിന്റെ പ്രതികാരമെന്നാണ് അതിനെ പറയുന്നത്. ലാമേക്കിന്റെ പ്രതികാര നിയമം. ലാമേക്ക് കായേന്റെ സന്തതി പരമ്പരയിൽപ്പെടുന്ന ആളാണ്. ലാമേക്ക് ഒരിക്കൽ തന്റെ ഭാര്യമാരെ വിളിച്ചിട്ട് പറഞ്ഞു, എന്നെ അടിച്ചവനെ ഞാൻ അവനെ കൊന്നുകളഞ്ഞുവെന്ന്. ആ കാലഘട്ടത്തിലെ നിയമം എന്ന് പറയുന്നത് കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല എന്നുള്ള നിയമം നിൽക്കുമ്പോൾ അവനെ അടിച്ചെങ്കിൽ പ്രതിയോഗിയെ അവൻ അടിക്കാം, മറിച്ച് അവൻ കൊന്നുകളഞ്ഞു. കഠിനമായ ശിക്ഷ അവൻ ചെയ്തിരിക്കുന്നു. ക്ഷമിക്കാതെയുള്ള, ആരോടും ക്ഷമിക്കരുതെന്നുള്ള, തന്നോട് ഒരു പ്രതിയോഗി എങ്ങനെ പെരുമാറുന്നുവോ അതുപോലെ തിരിച്ച് പെരുമാറിയാൽ അതിന് നിയമസാധുതയുള്ള ആ കാലഘട്ടത്തിൽ ഈശോ ക്ഷമയെക്കുറിച്ച് അവരെ വീണ്ടും പഠിപ്പിക്കുകയാണ്. ക്ഷമിക്കാൻ ഉന്നതനായ ഒരു വ്യക്തിക്ക് മാത്രമേ കഴിയൂവെന്ന് പഠിപ്പിക്കുന്നു. ക്ഷമിക്കുന്നവൻ അവൻ ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്നവനാണെന്ന് പഠിപ്പിക്കുന്നു. ക്ഷമിക്കുന്നവൻ അവൻ ദൈവത്തോടൊപ്പമായിരിക്കുന്നവനാണെന്ന് പഠിപ്പിക്കുന്നു. പ്രഭാഷകന്റെ പുസ്തകം 27-ാം അധ്യായം 30-ാം വാക്യത്തിൽ കോപവും ക്രോധവും മ്ലേച്ഛമാണ്, അവ എപ്പോഴും ദുഷ്ടനോട് കൂടെയുണ്ട് എന്ന്. തുടർന്ന് നമ്മൾ പ്രഭാഷകന്റെ പുസ്തകം 28-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നു, അയൽക്കാരന്റെ തിന്മകൾ ക്ഷമിച്ചാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുമെന്ന്. ഈ ഒരു നൊയമ്പ് കാലഘട്ടത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ഈ നൊയമ്പിൻ്റെയൊക്കെ പുണ്യങ്ങൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലുമൊക്കെ കടന്നു വരാൻ തടസ്സം നിൽക്കുന്നത് ഒരുപക്ഷെ
എൻ്റെ അയൽക്കാരനോട് എനിക്ക് ക്ഷമിക്കാൻ പറ്റാത്തതല്ലേ? അയൽക്കാരൻ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നമ്മളോടൊപ്പം ജോലി ചെയ്യുന്നവനാകാം, നമ്മുടെ സുഹൃത്തുക്കളാകാം, ഒരുപക്ഷെ നമ്മുടെ വീടിൻ്റെ തൊട്ട് അയൽവക്കത്തുള്ളവരായിരിക്കാം, എന്തുമായിക്കൊള്ളട്ടെ. വചനം പറയുന്നു, അയൽക്കാരൻ്റെ തിന്മകൾ ക്ഷമിച്ചാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പാപങ്ങൾ ക്ഷമിക്കുമെന്ന്. നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പ്രാർത്ഥന കേൾക്കുമെന്ന്, മാപ്പ് കൊടുക്കുന്നതിൽ നിനക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ എന്ന് ഇന്നിന്റെ സുവിശേഷം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഗോഡ് ബ്ലെസ് യു. ആമേൻ.